കനത്ത മഴയും പുലിക്കയത്തിൽ ഉയർന്ന ജലനിരപ്പിന്റെ രൗദ്രഭാവങ്ങൾക്കുമൊപ്പം ആർത്തട്ടഹാസവും അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മേളയുടെ രണ്ടാം ദിനവും അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമാക്കി. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിൽ 10ാമത് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോടഞ്ചേരിയിലെ മലയോര ഗ്രാമമായ പുലിക്കയം രണ്ടാം ദിനത്തിൽ കായിക കരുത്തിന്റെ ദൃശ്യവിരുന്നായത്. അവശേഷിക്കുന്ന 2 നാൾ മലയോരത്തെ പുലിക്കയം, ചാലിയാർ പുഴകളിൽ കയാക്കിംഗ് താരങ്ങളുടെ വൈവിധ്യങ്ങളായ മത്സരത്തിന്റെ അതിസാഹസികതയും സുന്ദരമായ പ്രകടനങ്ങൾ കൂടുതൽ ആവേശമാക്കും. വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്തിറങ്ങിയ കനത്ത മഴ, വെള്ളപ്പാച്ചിലിൽ വൻ പാറക്കെട്ടുകളെ ശക്തമായി തട്ടിയുരസി പതഞ്ഞൊഴുകുന്ന കാഴ്ചകൾ വെള്ളിയാഴ്ച ദിവസത്തെ ജലമേളയിലെത്തിയ നൂറുകണക്കിനു പേർ മതിവോളം ആസ്വദിച്ച് മനം കുളിർത്തു. കയാക്കിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിത് കുമാർ സിംഗ് മലബാർ റിവർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. റിവർ ഫെസ്റ്റിവലിലൂടെ കേരള ടൂറിസത്തിന് പ്രമോഷൻ സാധ്യത കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇവന്റുകൾ വളരെയധികം വിജയപ്രദമായി എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഇവന്റ് വളരെ ഒരു നീഷ് ഇവന്റ് ആണ്. ഈ നീഷ് ഇവന്റ് ആകുമ്പോൾ വളരെ പാർട്ടിസിപ്പേഷൻ ആണ്. പക്ഷേ കയാക്കിങ്ങിന്റെ സപ്പോർട്ടും കയാക്കിങ്ങിന്റെ പ്രൊമോഷന് വേണ്ടി ഈ ബിൽഡിംഗും അതിനുവേണ്ടി നമുക്ക് സ്ഥാപിച്ച ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വെച്ചൊരു ഒരു ബിൽഡിംഗ് ആണ്. We are trying to promote kayaking, we are trying to promote local participation, we are trying to promote events which engage with the communities. ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സിനിമ ആർട്ടിസ്റ്റ് വിനു പപ്പു മുഖ്യപ്രഭാഷണം നടത്തി. മേള ഞായറാഴ്ച സമാപിക്കും. കയാക്കിംഗ് മത്സരങ്ങൾ വളരെ ബുദ്ധിയുള്ളതും രസകരവുമായ മത്സരമാണെന്ന് റഷ്യൻ കയാക്കിംഗ് താരം മറിയ കോർണേവ എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. അതേസമയം പതങ്കയത്ത് ഇക്കുറി ജലനിരപ്പ് ഉയർന്നതിനാൽ മികച്ച പ്രകടനം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്തിട്ടുണ്ടെന്ന് ഉത്തരാഖണ്ഡ് കയാക്കിംഗ് താരം അനിലും എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. High water level, it is 7 gates, and all the kayakers must to take all of these gates, otherwise they lose this competition. And this is the 10th edition of Malabar River Festival. The water levels are, this is the highest I think from last 10 years. There are a lot of international paddlers as well as a lot of people from Rishikesh and all around India. Yes, the competition is still going on. You can see people are charging and looking for the best time. Thank you guys. എൻലൈറ്റ് ന്യൂസ് മുക്കം.